IFRS 5 NCA help for sale ആണ്. IFRS 5. Alright. NCA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ കറന്റ് അസറ്റ്സ് ആണ്. അതായത് നമ്മളെ കയ്യിൽ മോർ ദാൻ 1 ഇയർ വെക്കുന്ന അസറ്റിനെയാണ് എന്ന് പറയുന്നത് നോൺ കറന്റ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ടൈപ്പ് അസറ്റ് നമ്മൾ വിൽക്കാൻ ഇടുവാണെങ്കിൽ അതിനാണ് IFRS 5 NCA help for sale എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. സപ്പോസ് നമ്മളെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ തീരുമാനിക്കുവാണ് ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യാൻ നിൽക്കാതെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് പുറത്തൊരാൾക്ക് വിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത്, IFRS 5 NCA help for sale and discontinued operations ഡീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഫസ്റ്റത്തെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് NCA help for sale എന്താണെന്നുള്ളതാണ്. ഡെഫിനിഷൻ ഇതാണ്: a non current asset should be classified as, ഒറ്റ സെക്കൻഡ് ഇതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാലോ. ഞാൻ പറയാൻ പറ്റേ, ഞാൻ ഇനി എപ്പം എന്താ പറയാ എഡിറ്റ് ചെയ്തതിന് ശേഷം അയക്കാട്ടോ നല്ലത്. എന്നിട്ട് ഞാൻ അയച്ചു പോയി. ഇനി എഡിറ്റ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ട് അയക്കുള്ളൂ. എന്നിട്ട് ഞാൻ മറന്നുപോയി. ഇത് സംഭവം തിരക്കിനിട്ട് എന്താ പറയാ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ്. അപ്പം എന്താ പറയാ ഐപാഡ് കേൾക്കുന്നതൊന്നും ഞാൻ പറയുന്ന ഒന്നായിരിക്കും. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. Definition wise, a non-current asset should be classified as held for sale if its carrying amount will be recovered principally through a sale transaction rather than through continuing use. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ അസറ്റ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. പകരം അതുവഴി കിട്ടുന്ന എമൗണ്ട് ഒക്കെ നമ്മൾ അത് സെയിൽ ചെയ്തിട്ട് കിട്ടാനാണ് തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്, NCA help for sale എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഡിസ്പോസൽ ഗ്രൂപ്പ് എന്താണ്? സപ്പോസ് നമ്മളെ കയ്യില് ഒന്നിൽ കൂടുതൽ NCAs ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അസറ്റ് ഉണ്ട്. ഓക്കെ. ഇതിനെ നമ്മൾ മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ. മൊത്തമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സെല് ചെയ്യാണ്. ഓരോന്നും ഒന്നിച്ച് ഇൻഡിവിജ്വലി സെല് ചെയ്യാതെ ഇതൊക്കെ മൊത്തമായിട്ട് നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതെന്താണ്, ഒറ്റൊരു അതായത് കുറെ അസറ്റിനെ ഒറ്റൊരു ട്രാൻസാക്ഷനിലൂടെ നമ്മൾ വിൽക്കുന്നതാണ് അല്ലെ. അതിനാണ് ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു പാരന്റ് കമ്പനിയാണ്, അതായത് നമ്മളൊരു മെയിൻ കമ്പനിയാണ്. നമ്മളെ കീഴിൽ എത്രയുണ്ട്, കുറെ സബ്സിഡിയറീസ് ഉണ്ടെന്ന് വിചാരിക്കുക. സബ്സിഡിയറി എന്ന് വെച്ചാൽ ഒരു പാരന്റിന്റെ സബ്സിഡിയറി. ഫോർ എക്സാമ്പിൾ യൂണിലിവറിന്റെ ആണെന്ത്, യൂണിലിവർ കമ്പനി അറിയാലോ. യൂണിലിവറിന്റെ ആണ് ഡോവ്, ലവ് ആൻഡ് ബ്യൂട്ടി അല്ലെ. അതുപോലെ കുറെ കാര്യങ്ങൾ ഒരു പാരന്റ് കമ്പനി. അപ്പൊ ഇവിടെ യൂണിലിവർ ആണ്, അതിന്റെ കുറെ യൂണിറ്റ്സ് ആണ് ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിച്ചു, ഡോവ് എന്ന് പറയുന്ന കമ്പനി മൊത്തമായിട്ട് നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്പോസൽ ഗ്രൂപ്പ് എന്നാ പറയാ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എങ്ങനെയാണ്, എല്ലാത്തിനെയും പോലെ ഇതിനും ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു അസറ്റിനെ നമുക്ക് IFRS 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ നോക്കാം. ഫസ്റ്റ് വൺ, assets should be available for sale in the present condition. ഇപ്പൊ നമ്മളൊരു കാർ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ആ കാറിനെ നമ്മൾ മോഡിഫിക്കേഷൻ ഒന്നും കൊടുക്കാതെ ഇപ്പൊ തന്നെ ആ ഒരു കണ്ടീഷനിൽ തന്നെ അതിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ IFRS 5 ആണ്. സെക്കൻഡ് വൺ എന്താണ്, ദ സെയിൽ ഷുഡ് ബി ഹൈലി പ്രോബബിൾ, വിച്ച് മീൻസ് ദാറ്റ് ഇനി നമ്മൾ സെയിൽ നടത്തുന്ന പറയുന്നുണ്ടെങ്കിൽ ആ സെയിൽ എന്തായാലും നടന്നിരിക്കണം അല്ലെ, അല്ലെങ്കിൽ അത് ഹൈലി പ്രോബബിൾ ആയിരിക്കണം. ഇനി ഹൈലി പ്രോബബിൾ എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് വേറെ ഉണ്ട്. ഒന്നെന്താണ്, മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അസറ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ. മാനേജ്മെന്റിന് എന്തായാലും എന്തുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, അത് സെല് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു അസറ്റിനെ ആരെങ്കിലും വന്ന് വാങ്ങണം എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ലൊക്കേറ്റ് ദ ബയർ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്ലി ഒരു ബയറിനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്.
അങ്ങനെയാണെങ്കിലും എന്താണ് അത് NCA ഹെൽപ്പ് സെയിലാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത എന്താണ് ദി എസെറ്റ്. ഇനി ആ എസെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, OLX-ലൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ എസെറ്റിനെ വിൽക്കുന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലായിടത്തും ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും എന്താണ് അത് നമ്മൾ ഹൈലി പ്രോബബിൾ സെയിൽ ആയിട്ട് കണക്കാക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ? യെസ്. ഓക്കെ, അപ്പം എസെറ്റ് ആക്റ്റീവ്ലി മാർക്കറ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാലോ. ദ സെയിൽ ഇസ് എക്സ്പെക്ടഡ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months. ഇനി നമ്മൾ ഒരു എസെറ്റിനെ നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സെയിൽ എന്തായിരിക്കണം, 12 monthsനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. IFRS 5ന്റെ കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ സെയിലിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിൽ 12 monthsന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നാലാമത്തത് എന്താണ്, നമ്മൾക്ക് ഒരു വിധത്തിലും ഈ പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ തീരുമാനമില്ല, അല്ലെങ്കിൽ നമ്മൾ ഹൈലി കോൺഫിഡന്റ് ആണെന്ത് ഈ പ്ലാനും വെച്ച് തന്നെ നമ്മൾ മുമ്പോട്ടേക്ക് നീങ്ങും. ഈ പ്ലാൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 4 കണ്ടീഷൻസ് മീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എസെറ്റ് എന്താണ്, IFRS 5 NCA ഹെൽപ്പോ സെയിൽ ആണ്. ഇനി മെഷർമെന്റ് നോക്കാലോ. ഒരു എസെറ്റിനെ നമ്മൾ IFRS 5 ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ 2 രീതിയിൽ മെഷർ ചെയ്യും. ക്ലിയർ അല്ലേ? നമ്മൾ അതിനെ ക്യാരിങ് വാല്യൂവിന്റെ മെഷറും പരിഗണിക്കും, അതേപോലെ NRVയും പരിഗണിക്കും. ഇനി NRV എന്താണ്? NRV എന്താ വെച്ചാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂവിനാണ് എന്ത് പറയുന്നത്, NRV എന്ന് പറയുന്നത്. സോ NRV ഇസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇനി ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഫെയർ വാല്യൂ മൈനസ് അത് സെല് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര കോസ്റ്റ് ആവുന്നോ അത് മൈനസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടി. അതായത് ഫെയർ വാല്യൂ മൈനസ് സെല്ലിംഗ് കോസ്റ്റ് ആണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ക്ലിയർ അല്ലേ? ഇത് രണ്ടും നമ്മൾ നോക്കും. അതായത് നമ്മളെ കയ്യിൽ ക്യാരിങ് വാല്യൂ നോക്കും, അതേപോലെ NRVയും നോക്കും. ഇനി ഇതിൽ ഏതാണോ ലോവർ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, IFRS 5ന് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRV, ഈ രണ്ടിൽ ഏതാണോ കുറവ് അതാണ് നമ്മൾ എടുക്കുക. ക്ലിയർ? ഓക്കെ. ഇനി സപ്പോസ് നമ്മളെ ക്യാരിങ് വാല്യൂ കൂടുതലാണ് ദാൻ NRV, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, മാർക്കറ്റിൽ ആ അസറ്റിന് അത്രയും റേറ്റ് ഇല്ല, പക്ഷെ നമ്മളെ ബുക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വലിയ എമൗണ്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു നെഗറ്റീവ് എമൗണ്ട് വരുമല്ലോ, അല്ലെങ്കിൽ ഒരു ലോസ് വരുമല്ലോ, അതിനെ നമ്മൾ ഇംപെയർമെന്റ് ലോസ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ റീവാലുവേഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് റീവാലുവേഷൻ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, നമ്മൾ ഈ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, IFRS 5 NCA ഹെൽപ്പോ സെയിൽ ആക്കി അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ ഡിപ്രീസിയേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുള്ളത് നമ്മൾക്ക് ഷുവർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കറണ്ട് അസറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റുഡ്? ഓക്കെ, ബോത്ത് ഓഫ് യു ഇപ്പൊ അടുത്ത വരെ ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ, ശ്രദ്ധിക്കാം. ക്ലിയർ ഇല്ലെങ്കിൽ പറയണേ. An asset was purchased for 50,000 on 1st January 2010 അല്ലേ?
It had a useful life of 5 years. Okay. On 1st July 2012, ഇപ്പൊ 2010-ലാണ് ഇവിടെ തന്നെ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. 2010 ആണ് തീരുമാനം എടുക്കുന്നത് 2012 ആണ് അല്ലെ. അപ്പൊ എന്തായാലും 2012-ലേക്ക് എന്ത് ചെയ്യണം, ക്യാരിങ് എമൗണ്ട് എത്തിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് തുടങ്ങാലോ. അപ്പം നിങ്ങൾ കാണിക്കുമ്പോൾ വർക്കിംഗ്സ് താഴെ കാണിക്കണേ. ഇപ്പൊ ഫോർ കൺവീനിയൻസ് ഐ ആം ഷോയിങ് ദ വർക്കിംഗ്സ് ഹിയർ കേട്ടോ. ഓക്കെ. ഇപ്പം 1st January 2010 അറ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അസറ്റ് വാങ്ങിയിട്ടുണ്ട്. $50,000 ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ കാണിക്കും. ഡിപ്രീസിയേഷൻ 50,000 ഡിവൈഡഡ് ബൈ 5 അല്ലെ, ഇൻറ്റു എത്ര കൊല്ലമുണ്ട്, 2 കൊല്ലമുണ്ട് അല്ലെ. 2012-ലേക്ക് 2010-ഉം 2011-ഉം അല്ലെ. 12 ഫുൾ ഉണ്ടാവില്ലല്ലോ, കാരണം ജൂണിലല്ലേ നോക്ക്, 2010-ഉം 2011-ഉം മൊത്തം. 2010 എന്ന് പറയുന്നത് ജാനുവരി തൊട്ട് 31st ഡിസംബർ വരെ ഒരു കൊല്ലം, ജാനുവരി തൊട്ട് 31st ഡിസംബർ വരെ 2 കൊല്ലം, അതേപോലെ ജാനുവരി തൊട്ട് ജൂൺ വരെ ഒരു 6 months അല്ലെ. അപ്പൊ ടോട്ടൽ എന്താണ്, ഇൻറ്റു 2.5 ആണ്. ഒന്നിക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 31st ഡിസംബർ 2012-നെ കണ്ടിട്ട് വീണ്ടും കണ്ടുപിടിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നമ്മൾ അങ്ങനെ നീങ്ങുവാണേ. നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് ക്യാരിങ് വാല്യൂ അറ്റ് 31st ഡിസംബർ 2012 ആണ്. അപ്പം 2000 ആണ് വരിക അല്ലേ. 1000 തന്നെയല്ലേ. $50,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 2500 വരും. 10,000 ആണ്. 10,000 into 2 20,000 ആണ്. 20,000. ഇപ്പൊ 30,000. ഓൾ റൈറ്റ്. ഇനി ക്യാരിങ് വാല്യൂ അറ്റ് 1st July 2012 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡിപ്രീസിയേഷൻ എത്രയാണ്, 10,000 into 6/12. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പൊ എത്രയാണ് വരിക, 5,000 അല്ലെ. 25,000 ആണ് ക്യാരിങ് വാല്യൂ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പം ഈ ഒരു ഡേറ്റിൽ എത്തി അല്ലെ. ദ മാനേജ്മെന്റ് മെയിൻ ഡിസിഷൻ ടു സെൽ ദി അസറ്റ് അല്ലെ. 1st ജൂലൈക്ക് എന്ത് ചെയ്തു, സെൽ ചെയ്യാൻ തീരുമാനിച്ചു. ദ അസറ്റ് വാസ് മെയ്ഡ് അവൈലബിൾ ഫോർ സെയിൽ ഇൻ പ്രസന്റ് കണ്ടീഷൻസ് ആൻഡ് വാസ് ആക്റ്റീവ്ലി മാർക്കറ്റഡ്. ദ FV at the date of sale was 24,000 and will incur selling cost of 2,000 അല്ലെ. ഇനി IFRS 5-ലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, NRV ലോവർ ഓഫ് എത്ര, എന്താണ് Carrying value or NRV. ഓർ ക്യാരിങ് വാല്യൂ. 5,000 ആണെന്ന് അറിയാം. NRV എത്രയാണ്, 24,000, അതായത് ഫെയർ വാല്യൂ മൈനസ് സെല്ലിംഗ് കോസ്റ്റ്, ദാറ്റ് ഈസ് 2,000. അപ്പൊ എത്രയാണ്, 22,000 ആണ്. അപ്പൊ ഏതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന എമൗണ്ട്, NRV. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം 31st ഡിസംബറിന് അസറ്റിന്റെ ക്യാരിങ് വാല്യൂ എത്രയാണ്, ക്യാരിങ് വാല്യൂ അറ്റ് 31st ഡിസംബർ 2012 22,000 ആണ്. ഇനി എന്താണ്, നോ ഡിപ്രീസിയേഷൻ ആണ് അല്ലെ, കാരണം അസറ്റ് എന്തായി, IFRS 5 ആയി മാറി അല്ലെ. ഓക്കെ. ഇനി അസറ്റിനെ നമ്മൾ എവിടെയാ കാണിക്കുക, SOFP-യില് കറന്റ് അസറ്റിന്റെ താഴെ. അപ്പൊ SOP-യിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ നോക്കാം. SOP-യിൽ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ ഉണ്ട്. എത്രയാണ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ, 5,000 ആണ്. പിന്നെ ഞാൻ എവിടേക്ക് ആക്കുന്നുണ്ട്, ഇതിലെ ഇമ്പയർമെന്റ് ലോസ് കാണിക്കണ്ട, അതന്നെ അത് കാണിക്കാം. ഞാൻ ഇത് എടുക്കട്ടെ. അപ്പൊ ക്യാരിങ് വാല്യൂ അറ്റ് 31st ഡിസംബർ 2012 എത്രയാന്ന് നമുക്കറിയാം, 22,000 ആണെന്ന് അറിയില്ലേ. അപ്പൊ എത്ര ലോസ് വന്നു, ഇമ്പയർമെന്റ് ലോസ് 3,000 ആണ്. മനസ്സിലായോ സന? മനസ്സിലായിനാ? മനസ്സിലായി. ഓക്കെ.
ആമിനൊക്കെ ഓൾറെഡി ചെറിയ ഐഡിയ ഉണ്ടാവും, സനക്ക് തീരെ ഐഡിയ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ പറയണേ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കണേ സന. അടുത്തത് ഇനി ഇംപയർമെന്റ് ലോസ് നമ്മൾ എന്ത് ചെയ്യും, SOPL തന്നെ കാണിക്കും. ക്ലിയർ അല്ലേ? 3000 അണ്ടർസ്റ്റുഡ്. ഇനി SOFP നമ്മൾ ഇതിനി നോൺ കറന്റ് അസറ്റിന്റെ താഴെ എടുക്കുവോ? ഇല്ല, കറണ്ട് അസറ്റിന്റെ ഇല്ല. അപ്പൊ കറന്റ് അസറ്റിന്റെ താഴെ എന്താണ്? NCA ഹെൽപ്പ് ഫോർ സെയിൽ എത്രയാണ്? 22,000. അണ്ടർസ്റ്റുഡ്? യെസ്. ഓക്കെ, സ്വന്തമായിട്ട് ട്രൈ ചെയ്യാ. ഓക്കെ. അപ്പൊ നമ്മൾ അസറ്റിന് എന്ത് ചെയ്തു? NCA ഹെൽപ്പ് ഫോർ സെയിൽ ആണ് അല്ലെ? എയിം എന്താണ്? 12 monthsനുള്ളിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ സെയിൽ ചെയ്യും അല്ലെ? ഇനി സപ്പോസ് ദിസ് പെർട്ടിക്കുലർ അസറ്റ് ഇസ് നോട്ട് സോൾഡ്, അല്ലെങ്കിൽ ആ 12 months കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഇപ്പോഴും ആ അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, സെയിൽ നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ജനറൽ റൂള് അതിനെ റീക്ലാസിഫൈ ചെയ്യണം IAS 16 ആയിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യാം? IAS 16 ആയിട്ട് നമ്മൾ റീക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇനി റീക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 എമൗണ്ട്സ് എടുക്കും. ഒന്നെന്താണ്? carrying value at the date of classification adjusted to subsequent depreciation. അതായത് ആ ഡേറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതിനെ NCA ആക്കി കറന്റ് അസറ്റിലൊക്കെ ആക്കി ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലെ? ആ ഡേറ്റ് മുതലുള്ള ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ എടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഒരു റിക്കവറബിൾ എമൗണ്ട് അറ്റ് ദ ഡേറ്റ് ഓഫ് ഡിസിഷൻ നോട്ട് ടു സെൽ, അതായത് ആ ടൈമുള്ള ഫെയർ വാല്യൂ എടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിൽ ഏതാണോ ലോവർ ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ ബുക്സിൽ എഴുതുക. ക്ലിയർ അല്ലേ? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് തിയറി പർപ്പസിന് അറിഞ്ഞാൽ മതി. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി അടുത്ത IFRS 5 തന്നെ അടുത്ത ടോപ്പിക് ആണ് എന്ത്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ എന്താണ്, ഒരു വലിയ ബിസിനസ് ആണ്. ഓക്കെ, നമ്മുടെ ഒരു വലിയ കമ്പനിയാണ്, നമ്മളൊരു വലിയ ഇലക്ട്രോണിക് കമ്പനിയാണ്. നമ്മളെ കയ്യിൽ എന്തുണ്ട്? കുറേ തരത്തിലുള്ള ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ ടാബ്ലറ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ ഡെസ്ക് ടോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ലാപ്ടോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഫോൺസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ തീരുമാനിക്കുവാണ് എന്ത്, നമ്മുടെ ഫോൺ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് ലൈൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നിക്ക് നമ്മളെ ബിസിനസിന്റെ ഒരു മേജർ ലൈൻ ഇതുപോലെ, അതായത് എന്താ പറയാ, ഫോൺ കംപ്ലീറ്റ്ലി ഡിച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മള് ഒരു ബ്രാഞ്ച് UK യിലുണ്ട്, ആ ബ്രാഞ്ച് മൊത്തമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുവാണ്. അതിനാണ് ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാറ്റഗറിയും വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഇങ്ങനെ ഒരു കാര്യം ഡിസ്പോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്തു? നമ്മൾ ഒരു സബ്സിഡിയറി വാങ്ങി, ഓക്കെ, വിത്ത് ദ മെയിൻ എയിം ഓഫ് സെല്ലിംഗ് ദാറ്റ് സബ്സിഡിയറി. അങ്ങനെയാണെങ്കിൽ അതും എന്താണ്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആപ്പിള്, ബീറ്റ്സ് അറിയില്ലേ? ബ്രാൻഡ് അറിയോ? ബീറ്റ്സ് ബ്രാൻഡ് അറിയോ? അന്നേരം അതെ, പണ്ട് ആപ്പിളിന്റെ ഹെഡ്ഫോൺസും ഹെഡ്സെറ്റ്സും ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആപ്പിളിനൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ബീറ്റ്സ്. ഓക്കെ, അപ്പൊ ആപ്പിൾ എന്ത് ചെയ്തു? ഫസ്റ്റ്ലി അവരെ അതായത് അവരോട് പറഞ്ഞിട്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ട് ആ ബീറ്റ്സ് എന്ന് പറയുന്ന കമ്പനി വാങ്ങി. അപ്പൊ ഫസ്റ്റ് വാങ്ങിയത് അത് സെല്ല് ചെയ്യാന്നുള്ള ഒരു ലെവലിലാണ് വാങ്ങിയത്. പിന്നെ എന്ത് തീരുമാനിച്ചു അവര്? ചെറിയ ചെറിയ, അതായത് സ്മോൾ അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആ ഒരു സബ്സിഡിയറിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇനീഷ്യലി വാങ്ങിയത് റീസെയിൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്, അതായത് കോമ്പറ്റീഷൻ ഒഴിവാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് വാങ്ങിയിട്ട് അതിനെ എന്താ പറയാ, ചിഹ്നം പിന്നെ ആക്കിയിട്ട് വിൽക്കുക, അതാണ് ഫസ്റ്റ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വാങ്ങിയിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അവർ തീരുമാനിച്ചു, ഓക്കെ, ചെറിയ തോതിൽ ഇതിനെ നടത്താന്ന് വിചാരിച്ചു. അപ്പൊ ബീറ്റ്സ് ഓൺ ചെയ്യുന്നത് ആപ്പിൾ ആണ്, പക്ഷെ വലിയ തോതിലുള്ള അഡ്വാൻസ്മെന്റ്സ് ഒന്നും ബീറ്റ്സിനില്ല, പക്ഷെ സെയിം ക്വാളിറ്റി ആയിരിക്കും അറ്റ് എ ലോവർ പ്രൈസ്, റിലേറ്റീവ്ലി ലോവർ പ്രൈസ്. ക്ലിയർ അല്ലേ?
ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ ഇൻഡസ്ട്രിയിലാണ്. ഓക്കെ, നമുക്ക് എതിരെ ഒരു കോമ്പറ്റീഷൻ വരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ചെറിയ സ്റ്റേജിൽ തന്നെ വാങ്ങിയിട്ട് അതിനെ ഡിസ്മാന്റിൽ ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഫുള്ളായിട്ട് ഡിസ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതും എന്താണ്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. കാരണം നമ്മൾ വാങ്ങുന്നത് മെയിൻ എയിം എന്താണ്? സെല് ചെയ്യാന്നുള്ളതിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കമ്പണൻസ് ഓഫ് എൻ എൻറ്റിറ്റി എന്താന്ന് പറയാലോ. നമ്മളിവിടെ പറഞ്ഞു എന്താണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി ആണ് അല്ലെ. ഇനി കമ്പണൻസ് ഓഫ് എൻ എൻറ്റിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ ഏരിയ, ജോഗ്രഫിക്കൽ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ക്യാഷ് ഫ്ലോസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഓപ്പറേഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണെന്ത്? കമ്പണന്റ് ഓഫ് എൻ എൻറ്റിറ്റി. ക്ലിയർ അല്ലേ? ഇനി പ്രസന്റേഷൻ എന്താന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? SOPL ഒരു സിംഗിൾ ലൈൻ ഐറ്റം ആയിട്ട് സെപ്പറേറ്റ്ലി കാണിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് SOPL ഫസ്റ്റ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന്റെ SOPL കാണിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? SOPL അതേ ഫോമാറ്റില് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ SOPL സെപ്പറേറ്റ്ലി കാണിക്കും. ക്ലിയർ അല്ലേ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂസേഴ്സിന് മനസ്സിലാവാനാണ്. അതായത് മുകളിലത്തത് കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്, താഴെത്തത് എന്താണ്? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതിനൊരു ഫോമാറ്റ് ഉണ്ട്. ഫോമാറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിൽ പറയുന്ന ഫോമാറ്റ് അല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തരുന്നതാണ്. സ്റ്റാൻഡേർഡിൽ ഇങ്ങനത്തെ ഒരു ഫോമാറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു P&L സ്റ്റേറ്റ്മെന്റ് ആക്കും. ആ P&L സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ P&L സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റുഡ്? ഹലോ? മനസ്സിലായി. എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യും? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ P&L. അണ്ടർസ്റ്റുഡ്? P&L ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? P&L ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എടുക്കും. ഓക്കെ, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എടുക്കും. ഇത് ഇനി എന്താവാം? ചിലപ്പം പോസിറ്റീവ് എമൗണ്ട് ആവാം. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യാം? നെഗറ്റീവ് എമൗണ്ടും ആവാം. ഡിപ്പെൻസ് അപ്പോൺ ദി പ്രോഫിറ്റബിലിറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ? ഇവിടെ നമുക്ക് -Xും വരാം, പിന്നെന്താണ് +Hഉം വരാം. അതിനുശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? നമ്മളുടെ ടോട്ടൽ പ്രോഫിറ്റ്. അതായത് രണ്ടും ഒന്നിച്ചുള്ളത്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെയും കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെയും ടോട്ടൽ റിസൾട്ട്. അണ്ടർസ്റ്റുഡ്? ഇനി ഈ സംഭവം എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിച്ചു അല്ലെ, ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. അപ്പൊ ആസ് എ റിസൾട്ട് നമ്മൾ എന്തും ചെയ്യണം? ഒരു ഡിസ്ക്ലോജർ കൊടുക്കണം. ഓക്കെ, ആ ഡിസ്ക്ലോജറിൽ എന്തുണ്ടാവും? ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ P&L ഉണ്ടാവും. അണ്ടർസ്റ്റുഡ്? സെപ്പറേറ്റ് ആയിട്ട്. അണ്ടർസ്റ്റുഡ് അല്ലേ? ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് കൊടുക്കാനാണ്. ഈ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു SOPL ഉണ്ടാവും. ആ SOPL താഴെ നമ്മൾ എന്ത് ചെയ്യും? P&L സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് വേറെ അല്ല. എങ്ങനെ? ഇതിപ്പോ ആ ഒരു SOPL അടിയിൽ വരുന്നത് തന്നെയല്ലേ ഡിസ്ക്ലോഷർ? SOPL താഴെ ഡിസ്ക്ലോജർ ആയിട്ട് കൊടുക്കും. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അണ്ടർസ്റ്റുഡ്?
ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഫോമാറ്റ് പ്രകാരം നമ്മൾ എന്താ ചെയ്യാം? ആദ്യം SOPL ചെയ്യും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റ്സിൽ ഇടുന്നതാണ്. ഇത് നമ്മൾ കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ ആണ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പം എന്താ ചെയ്യുക? കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം മൈനസ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ എത്ര കിട്ടാം? ഫസ്റ്റ് റവന്യൂ നമുക്ക് എത്ര കിട്ടും? റവന്യൂ 6,000 അല്ലെ? 10,000 മൈനസ് 4,000 ആണ്. 4,000 ആണ്. അപ്പൊ 6,000 40,000 അല്ല 4,000 അല്ല 4,000 ആണ്. പിന്നെന്താണ്? COS എത്രയാണ്? 4,500 മൈനസ് 3,000 1,500. ഇത് കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ ആണ്. അപ്പൊ 4,500 ആണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെ? ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. അത് എത്രയാണ്? 1,500 1,100 മൈനസ് ചെയ്ത 400. പിന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എത്രയാണ് വരിക? 800 500 മൈനസ് ചെയ്ത 300. ക്ലിയർ? അപ്പം PBT എത്ര കിട്ടും? 4,500 700 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ PBT 3,800 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ടാക്സ് എക്സ്പെൻസ് എത്രയാണ്? 500 മൈനസ് 100 ദാറ്റ് ഈസ് 400 അല്ലേ? ടോട്ടൽ പ്രോഫിറ്റ്സ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3,400. അതായത് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് അവിടെ വെക്കുക. എന്നിട്ട് നമുക്കറിയാം എന്താണ് ഫോമാറ്റ് പ്രകാരം നമുക്കറിയാം എന്താണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ റിസൾട്ടും കൂടി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം അല്ലെ? ഓക്കെ, P&L ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് അത് എത്രയാന്ന് അറിയില്ല, അപ്പൊ അതവിടെ വെക്കുക. എന്നിട്ട് കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ പ്രോഫിറ്റ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ P&L ആണ്. അതൊരു നോട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം SOPL ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. റവന്യൂ എത്രയാ? 4,000 അല്ലെ? പിന്നെ COS 3,000 ആണ്. ഓക്കെ, അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? 1,000 കിട്ടി അല്ലെ? അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് 1,100. അപ്പൊ നമ്മളുടെ 1,100 അവിടെ വെക്കുക. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എത്രയാണ്? 500. പിന്നെ ടാക്സ് 100 അല്ലെ? കേൾക്കുന്നില്ല? രണ്ടാക്കും എത്രയാ വരുന്ന? 1,000 പോയ 100 600 നെഗറ്റീവ് 600. അതായത് ലോസ് ഫോർ ദ ഇയർ എത്രയാണ്? ലോസ് ബിഫോർ ടാക്സ് എത്രയാണ്? 600 ആണ്. ടാക്സ് എക്സ്പെൻസ് 100 ഉണ്ട് അല്ലെ? അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ലോസ് ആഫ്റ്റർ ടാക്സ് എത്രയാ കിട്ടുന്നത്? 700 ആണ് അല്ലെ? ഈ 700 നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 1,700 ആണ്. സിമ്പിൾ. ഓക്കെ, ഏതാണ്? ഇതാണോ? ഡിസ്കണ്ടിന്യൂഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ മുതൽ ഞാൻ പറഞ്ഞു ഡിസ്ക്ലോജർ ആണ് അല്ലെ? അപ്പൊ ഡിസ്ക്ലോജർ നമ്മൾ നോട്ടായിട്ടാണ് കാണിക്കുക. അപ്പൊ ഡിസ്ക്ലോജറിന്റെ ഉള്ളിൽ നമ്മൾ കാണിക്കുക SOPLന്റെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ബ്രാഞ്ച് ഡീന്റെ സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട് അല്ലെ?
അതെ. അത് മൊത്തം നമ്മൾ SOPL ആയിട്ട് എടുക്കും. അങ്ങനെ അവസാന റിസൾട്ട് 700 ആയിരിക്കും, -700, അതായത് ലോസ് ആയിരിക്കും. ആ ലോസ് നമ്മൾ ഓക്കെ എന്ത് ചെയ്യണം, ഇവിടെയും കാണിക്കണം. ഓക്കെ. അണ്ടർസ്റ്റുഡ്? പിന്നെ എന്നിട്ട് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എടുക്കും. ഓക്കെ, ഇതിന്റെ ലോജിക് ഇത്ര സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ SOPL നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് ഇത് കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ റിസൾട്ട് ആണ്, ഇത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന്റെ റിസൾട്ട് ആണ്. രണ്ടും കൂടി നെറ്റ് ഓഫ് ചെയ്ത കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇത്രയാണ് ടോട്ടൽ വരിക. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ IFRS 5 ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിൽ ഇങ്ങനെ ഫോമാറ്റ് കൊടുക്കുന്നത്. അണ്ടർസ്റ്റുഡ്? യെസ്. ഈ ടോട്ടൽ പ്രോഫിറ്റ് എവിടുന്നുള്ള എമൗണ്ട് 2700 ശരിക്കും എവിടുന്ന് വന്നതാണ്? മറ്റേ ഈ 3004? ഈ 3400 ഇതിന്റെ സെയിം കണ്ടിന്യൂഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ 700 ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എത്ര, നമ്മളെ കമ്പനിയുടെ കയ്യിൽ ബ്രാഞ്ച് ഡിയുടെ P&L കൂടി പരിഗണിച്ചിട്ട് എത്രയേ ഉള്ളൂ? 2700 ഉള്ളൂ. മനസ്സിലായി. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്.